എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റെഡ് വൈനിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി മാത്രമായിട്ടാണ് ഞാൻ അത് ഉണ്ടാക്കുന്നത്. 3 ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വൈനാണ് കേട്ടോ ഇത്. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ മുന്തിരിയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് 3 തവണ 4 തവണയൊക്കെ ആയിട്ട് ഞാൻ വിനാഗിരി ഉപ്പും ചേർത്ത വെള്ളത്തിലൊക്കെ കഴുകി തുടച്ച് വെള്ളമില്ലാതെ വെച്ചിട്ടുള്ള മുന്തിരിയാണ്. അത് നമുക്കൊന്നിങ്ങനെ നന്നായിട്ട് ഞെരടിയെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ കയ്യും വെള്ളം ഉണ്ടാവരുത്, പിന്നെ അതുപോലെ തന്നെ മുന്തിരിയിലും ഒന്നും വെള്ളം ഉണ്ടാവരുത്. എന്നിട്ട് ഞാനൊരു ഇതുപോലെ ഗ്ലാസ് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഞെരടി വെച്ചിട്ടുള്ള ഈ മുന്തിരി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എടുക്കുന്ന കയ്യിൽ വരെ ശ്രദ്ധിക്കണം. കഴുകി ഉണക്കി വെള്ളത്തിൻ്റെ അംശമില്ല എന്ന് ഉറപ്പ് വരുത്തി മാത്രം എടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ 750 ഗ്രാം മുതൽ 1 കിലോ വരെയുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 750 ഗ്രാം ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി അതിലേക്ക് നമ്മൾ 5 ഏലക്ക, ഇടത്തരം പട്ട, 6 ഗ്രാമ്പൂവും പിന്നെ അതുപോലെ തന്നെ ഒരു 3 സ്പൂണ് ഗോതമ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 1 സ്പൂണ് ഈസ്റ്റും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 1 ലിറ്റർ വരെ വെള്ളം ആവാം. ഞാനിവിടെ 1 ലിറ്റർ വെള്ളം തിളപ്പിച്ചാറിയത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് എടുത്ത് വയ്ക്കാവുന്നതാണ് കേട്ടോ. മരത്തിൻ്റെ തവിയും കൊണ്ടാണ് ഞാൻ ഇത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ നമ്മൾ ഒരു കോട്ടൻ്റെ ക്ലോത്ത് വെച്ചിട്ട് അടച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മുറുക്കി കെട്ടിയിട്ട് നമ്മൾ ഒരു ദിവസം കാത്തിരിക്കുക കേട്ടോ. അപ്പം നമ്മൾ അടുത്ത ദിവസം നമ്മളെ ബോട്ടിൽ ഇളക്കി കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന മരത്തിൻ്റെ തവി നനവില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം എടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ മുന്തിരി നമുക്ക് ഫെർമെൻ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ വ്യത്യാസം മനസ്സിലാവും. നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരേ റൊട്ടേഷനിൽ തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് രണ്ടാമത്തെ ദിവസമാണ് ഇപ്പോൾ ഇത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ദിവസവും നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം ഞാൻ എടുത്ത മുന്തിരി അത്ര വലിയ കളർ ഉള്ളതൊന്നും ആയിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് കളർ അധികം ആയിട്ട് തോന്നാത്തത്. പിന്നെ ലൈറ്റിൻ്റെ ഒക്കെ കാര്യങ്ങളുണ്ടാവും. കാരണം എന്താ വെച്ചാൽ മഴ മൂടി നിൽക്കുന്ന സമയമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് നല്ല ടേസ്റ്റുള്ളൊരു മുന്തിരിയാണ് കേട്ടോ. കഴിഞ്ഞ വർഷം ഞങ്ങളിങ്ങനെ ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ 3-ാമത്തെ ദിവസമാണ് ഇത്. അപ്പം നന്നായിട്ടുണ്ട് മുന്തിരി കാണാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കുന്നതിൻ്റെയും നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളിലൊക്കെ വ്യത്യാസം വരും കേട്ടോ. ടേസ്റ്റിലും ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് ശരിയല്ലെങ്കിൽ ടേസ്റ്റിലും വ്യത്യാസം വരും. പിന്നെ ചിലവരൊക്കെ പറയുന്നുണ്ട് പുളിച്ച് പോകുന്നു എന്നൊക്കെ. അതൊക്കെ കറക്റ്റായിട്ട് അതിൻ്റെ പ്രോസസ്സ് ആവാഞ്ഞിട്ടാണ് കേട്ടോ. നമ്മൾ ഇനി 3 ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് കേട്ടോ അത് കാണണം. അപ്പം ഞാൻ പിറ്റേ ദിവസം രാവിലെ തന്നെയാണ് അരിച്ചെടുക്കാനായിട്ട് പോകുന്നത്. അതായത് 4-ാമത്തെ ദിവസം ഞാൻ അരിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് തുറക്കുകയാണ്. നല്ല സ്മെല്ലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ. അപ്പോൾ ഞാനിത് 2-ാമത്തെ തവണയാണ് കേട്ടോ ഉണ്ടാക്കി നോക്കണത്. അപ്പോൾ നമ്മളെ വൈന് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാൻ വിചാരിച്ചു അധികം കളറൊന്നും ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് അത്യാവശ്യം നല്ല ഒരു ഇളം റെഡ് കളറൊക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കളറില്ലാത്ത മുന്തിരി എടുത്തത് കൊണ്ടാണ് അങ്ങനെ. നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നല്ല കളറുള്ള മുന്തിരി വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇതിനിടയിൽ കൂടെ നമുക്ക് വേണിച്ചാൽ ബീട്രൂട്ടിൻ്റെ കഷ്ണമൊക്കെ കൂട്ടാവുന്നതാണ് കേട്ടോ. പക്ഷെ ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല. പിന്നെ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വൈനാണ്. കാരണം എന്താ വെച്ചാൽ ഈ മുന്തിരി എന്നൊക്കെ പറയുന്നത് ഹെൽത്തിന് ഭയങ്കര നല്ലതാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക കേട്ടോ. അപ്പം ഞാനിത് അരിച്ചെടുക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ എനിക്ക് 1/2 ലിറ്ററിന് 2 കുപ്പിയിലും പിന്നെ ഇതുപോലത്തെ ചെറിയൊരു പാത്രത്തിലുമാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എടുക്കുന്ന അളവിലും അതിൽ ചേർക്കുന്ന സാധനങ്ങൾക്കൊക്കെ അനുസരിച്ചിട്ടാണ് ടേസ്റ്റ് വരിക. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ക്രിസ്മസിന് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. ടേക്ക് കെയർ. ലവ് യു.